എടാ വിഷ്ണു, എനിക്കിപ്പോഴാണ് ഒരു സമാധാനമായത്. ആ സന്തോഷിൻ്റെ ചേട്ടൻ സതീഷ് കൊണ്ട് കാശ് തന്നില്ലായിരുന്നു നമ്മൾ എന്നെ ചെയ്തേനാണ്. പക്ഷെ ആ സന്തോഷിനെ ഞാൻ വെറുതെ വിടത്തില്ല. അതിന് സന്തോഷം ഇപ്പോഴും കാണാൻ പറയട്ടാ. അവൻ എവിടാന്ന് വല്ല ഐഡിയ ഉണ്ടോ? ആ പരത്തെണ്ടി സന്തോഷം അവനായിട്ട് ഞാനൊരു പണി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ്. അതെന്നാന്ന് പറഞ്ഞാലും അവനായിട്ട് ഞാനൊരു പണി കൊടുത്തിരിക്കും. ഓ, നീ ആവശ്യമില്ലാതെ വള്ളി പിടിക്കാൻ ഇനി നിൽക്കുവാണോ? ഇനി ഒരു കാര്യത്തിന് ഞാൻ നിൽക്കത്തില്ലേ ചുമ്മാ. എടാ, ഏതായാലും ഈ പൈസ നമ്മളെ കിട്ടി. നമുക്ക് ഇത് കൊണ്ട് കൊടുത്ത് എങ്ങനെയല്ലേ ഈ പ്രശ്നം പെട്ടെന്ന് തീർക്കാവുന്നേ? ചുമ്മാ നമ്മൾ ഈ അതും ഇതും സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം. അതേടാ, ആ പാവം മനുഷ്യൻ ഈ പൈസ കൊണ്ട് തന്നില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം എവിടെ പോയി നിന്നേനെ? സംഗതിയുടെ ലെവല് മാറുമല്ലായിരുന്നു. നീ ഒന്ന് ചിന്തിച്ച് നോക്കി. എന്നാൽ പിന്നെ രാജ്യം വിട്ട് പോയാൽ മതിയായിരുന്നു. ഓരോന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഒരു സമാധാനമായി. എടാ, എന്തായാലും ഈ പ്രശ്നത്തിന് പരിഹാരമായല്ലോ. നിനക്ക് തന്നെ ഒരു സമാധാനക്കേട്. ഞാൻ വന്നപ്പോഴത്തോട് ശ്രദ്ധിക്കുക. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, അതൊന്നും അല്ലാണ്. അത് വിട്. ഞാനും ഇവനെ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിച്ചാൽ ഇവനെന്തോ മറക്കുന്നുണ്ട് നമ്മളോട്. നിനക്ക് ഞങ്ങളോട് പറയാൻ പാടില്ലാത്ത എന്ത് കാര്യമാണോ ഉണ്ടായത്? എന്തായാലും ഈ കാശ് കൊടുത്തിട്ട് മതി ബാക്കി കാര്യം. അജി, വണ്ടി എടുക്കും. എടാ, നമ്മളെന്തായാലും പോവാം. ഇത് കൊടുത്ത് ഈ പ്രശ്നം തീർക്കാം. പിന്നെ നമ്മൾ സൈലൻ്റ് ആയിരിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും ഇടപെടണ്ട. പിന്നെ ചാടി കയറി ഒന്നും പറയാൻ നിൽക്കണ്ട. വിഷയം നമ്മൾ ഇതോടുകൂടി പരിഹരിച്ച് വരുമോ? പൈസ നീ കൊടുത്താൽ മതി. നീ അല്ലേ വാങ്ങി. വാ, ഇങ്ങോട്ട് തന്നെ വരാനല്ലോടാ പറഞ്ഞേ? ഇവിടെ തന്നെ വരാനാ പറഞ്ഞത്. നോക്കട്ടെ. നീ ഒന്ന് വിളിച്ചു നോക്കി. നീ ഒന്ന് വിളിച്ചു നോക്കുന്നോ? എടാ, നീ ഡോറിലൊന്ന് മുട്ടിക്കടാ. ഇവിടെ കാണുമായിരിക്കും. മുട്ടാൻ തന്നെ പേടിയാവുന്നു. നീ ഒന്ന് മുട്ടയല്ലോ. ഡോറൊന്നും മുട്ടണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിഖലേ, പൈസക്ക് റെഡിയാണോ? കാശൊക്കെ റെഡിയാ. കാശും മേടിച്ച് കീശയെ വെച്ചോണ്ട് വേഗം സ്ഥലം വിട്ടോണം. എടാ വിഷ്ണു, നീ ഒന്നും മിണ്ടായി പ്രശ്നം ഉണ്ടാക്കാതെ. ഇല്ലെങ്കിൽ നീ എന്താ ചെയ്യടാ? തല വെട്ടിക്കടാ. അല്ല, ചിലപ്പോൾ വെട്ടിയെന്നിരിക്കും. ആയി, ഞാൻ നിങ്ങളോട് കുറച്ച് കാശ് മേടിച്ചായിരുന്നു. അതുമായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നേക്കുന്നത്. കുറച്ച് താമസിച്ചു പോയി തരാനായിട്ട്. ഇതിൻ്റെ പേരിൽ ഇനിയൊരു പ്രശ്നം വേണ്ട. എല്ലാം ഇവിടെ ഇതുകൊണ്ട് നിർത്തണം. ഇത് നിങ്ങളുടെ കാശ്. കേസ് എനിക്ക് വേണ്ട. എന്റെ ബോസിന്റെ നേരെയായിട്ട് കൂട്ടോ. ബോസോ? मेरो पैसा दिनुहोस्. मेरो पैसा दिएपछि म गइहाल्छु. എന്താ ഭായി ഇവര് പറയുന്നേ? എത്ര പെട്ടെന്ന് പൈസ കൊടുത്തിട്ടേ നിങ്ങൾ ഇവിടുത്തെ പൊക്കോ. समयमै पैसा दिएको भए मैले यहाँ दुःख पाउनै पर्ने थिएन. तर ठिकै छ, ढिलै भए पनि पैसा दिस्, म जान्छु.
എടാ നിങ്ങൾ മുമ്പ് ചോദിച്ചില്ലേ എന്നെ എനിക്കൊരു മൂഡ് ഔട്ട് എന്ന്. എൻ്റെ കൂടെ പഠിച്ച അർജുനില്ലേ, അവൻ്റെ അമ്മാവൻ്റെ ഈ ആധാരം പണയപ്പെടുത്തിയാണ് നമുക്ക് പ്രതീക്ഷയുടെ പൈസ തന്നു. ആധാരം പണയപ്പെടുത്തിയ ആ സമയം തന്നെ അവൻ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. എനിക്ക് നിങ്ങളോടത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നീ എന്നിട്ട് എന്താടാ ഞങ്ങളോട് ഇത് പറയാഞ്ഞത്? ആ പൈസ കൊടുക്കുന്നതിന് മുമ്പ് എങ്കിലും നിനക്കൊന്നും പറയത്തില്ലായിരുന്നു. എടാ നിന്റെ അവസ്ഥയെ ഓർത്തപ്പോൾ എനിക്കത് പറയാൻ തോന്നില്ല. ഓ എന്നാ അവസ്ഥ, ഒന്ന് കഴിഞ്ഞാലേ മറ്റൊന്നിന് വളമാകും. ഇനിയിപ്പോൾ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. എടാ എന്നാലും അങ്ങനല്ലല്ലോ, ഇതുപോലെ വലിയൊരു കുരുക്കാന്നറിയാണ് ആ പൈസ മേടിക്കണ്ടത്. അതിയുമ്പോൾ വല്ലവൻ്റെ സ്ഥലം പോകുന്ന ഒന്ന് ഇടപാടായത്. എന്നാ ചെയ്യുന്നത്? ഹലോ, ആരാ? ആ അതെ, കലിംഗ് ബോയ്സാ. പോലീസ് സ്റ്റേഷനോ? ഒരു മിനിറ്റ്. നിങ്ങളുടെ വീടിന്റെ അടുത്തൊരു കുട്ടി മീറ്റിംഗ് ആണ്. രാവിലെ സ്കൂളിൽ പോയ പെൺകുട്ടി തിരിച്ച് വീട്ടിൽ വന്നിട്ടില്ല. പിന്നെ ഈ കേസ് പോലീസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളെ ചെറുതായ സംശയമുള്ളതായിട്ട് ഞങ്ങൾക്ക് സൂചന കിട്ടിയിട്ടുണ്ട്. അപ്പം നാളെ രാവിലെ 10 മണിയാകുമ്പോൾ സ്റ്റേഷനിൽ ഹാജരാണ്. പിന്നെ വേറൊരു കാര്യം, ആരും മുങ്ങിക്കളയില്, എവിടെ പോയാലും ഞങ്ങൾ പോകും.